ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നിതാ വീട്ടിൽ നിന്ന് ഹോസ്റ്റലിലേക്ക് പോകാനുള്ള ഒരു തന്ത്രപ്പാടാണ് കേട്ടോ. ഒരുപാട് പേര് ഇൻസ്റ്റഗ്രാമിലൊക്കെ എനിക്ക് മെസ്സേജ് ചെയ്യാറുണ്ട്, നഴ്സിംഗ് റിലേറ്റഡ് കൺഫ്യൂഷൻസും ഡൗട്ടും ഒക്കെ ചോദിച്ചിട്ട്. അപ്പോൾ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, എന്തുകൊണ്ടാണ് ഇപ്പോൾ വീഡിയോസ് ഒക്കെ ഭയങ്കര കുറവ്, എന്താ വീഡിയോസ് ഇടാത്തത്, ടീച്ചിങ് വീഡിയോസ് ഒക്കെ എന്താ ഇടാത്തത് എന്നൊക്കെ ഉള്ളത്. അതിനോടൊപ്പം ചോദിക്കുന്ന ക്വസ്റ്റ്യനാ, എന്തുകൊണ്ടാണ് ജർമ്മൻ ചൂസ് ചെയ്തത്, പഠിക്കാനായിട്ട് ഭയങ്കര ഈസി ആയതുകൊണ്ടാണോ, അതോ ചേച്ചിക്ക് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് ഇഷ്ടമില്ലാഞ്ഞിട്ടാണോ, അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഉത്തരമാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ. പക്ഷേ എപ്പോഴത്തേയും പോലെ എവിടെയെങ്കിലും ഇരുന്ന് വീഡിയോ എടുക്കാനായിട്ടുള്ള ടൈമും ഇല്ല, അതിനായിട്ടുള്ള പ്രത്യേക സമയമൊന്നും ഇല്ല കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ പോലെ എടുക്കാം, അതിനുശേഷം അതിനുള്ളിൽ ഇതുപോലെ വോയിസ് ഓവർ ഇട്ടാൽ മതിയല്ലോ, എവിടെ ആയിരുന്നാലും ആ ഒരു പ്രശ്നം വരത്തില്ലല്ലോ എന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഇങ്ങനെ വീഡിയോ ചെയ്യാം എന്ന് കരുതിയത്. അപ്പം ഞാൻ രാവിലെ ഇത് റെഡി ആവുകയാണ്. അധികം മേക്കപ്പും ബ്യൂട്ടീഷ്യനും ഒന്നും ഞാൻ ചെയ്യാറില്ല. സാധാരണ പോലെ ഒരു ക്രീം ഇടുക, പിന്നെ ലിപ്സ്റ്റിക്കാണ് മെയിൻ. ലിപ്സ്റ്റിക്കും ഐലൈനറും ഇട്ട് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ കാര്യം ഓക്കെ ആയിക്കോളും. അപ്പോൾ ഇതൊക്കെ നഴ്സിംഗ് എഫക്റ്റ് ആണ്. പെട്ടെന്ന് തന്നെ വിത്തിൻ 2 or 3 minutes പെട്ടെന്ന് തന്നെ റെഡി ആവാനുള്ള ട്രിക്സൊക്കെ നമ്മൾ നേഴ്സായി കഴിയുമ്പം കിട്ടും അല്ലേ. അപ്പോൾ അങ്ങനെ കിട്ടിയ കഴിവാണ്. അപ്പോൾ എന്തായാലും രാവിലെ അമ്മയാണ് ഫുഡൊക്കെ വേറെ തരുന്നത്. അപ്പം നമുക്ക് വീട്ടും പോയിന്റിലേക്ക് വരാം. ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്, എനിക്ക് ഒട്ടും തന്നെ ടൈം കിട്ടാറില്ല അല്ലാതെ ഇരുന്ന് വീഡിയോസൊക്കെ എടുക്കാനായിട്ട്. അപ്പോഴാണ് ഇങ്ങനെ ഒരു ഐഡിയ എനിക്ക് വന്നത്. ഞാൻ നഴ്സിങ്ങിനൊക്കെ പഠിക്കുന്ന സമയത്ത് ഒരുപാട് പ്രസൻറ്റേഷൻസും കെയർ പ്ലാനും കേസ് സ്റ്റഡിയും ഒക്കെ എഴുതുന്ന സമയത്ത് എസ്തെറ്റിക് ആയിട്ടുള്ള വീഡിയോസോ അല്ലെങ്കിൽ സ്റ്റഡി വ്ളോഗ്സോ ഇങ്ങനെയുള്ള ഡേ ഇൻ മൈ ലൈഫ്സ് വീഡിയോസോ അങ്ങനെയൊക്കെ എടുത്തു വെച്ച് കണ്ടിട്ടായിരുന്നു ഞാൻ ഇതൊക്കെ എഴുതാറ്. എൻ്റെത് വലിയ എസ്തെറ്റിക് ലെവലിലോട്ടൊന്നും വന്നിട്ടില്ല, കാരണം അത്രയ്ക്ക് എഡിറ്റ് ചെയ്യാനുള്ള സമയമൊന്നും ഇപ്പം എനിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു നോർമൽ ആയിട്ടുള്ള ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് ബാക്ക്ഗ്രൗണ്ടിൽ ഇതായി ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസറും കൂടെ ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ ഞാൻ പറഞ്ഞു പോവാം. അപ്പോൾ രാവിലെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് തുടങ്ങുകയാണ്. അപ്പോഴത്തേക്കും അഖില് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവൻ്റെ വീട്ടിലെ പട്ടി ഒന്ന് ചെറുതായിട്ട് സ്നേഹിച്ചായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇഞ്ചക്ഷനൊക്കെ എടുത്തിട്ടാണ് ആശാൻ വന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ബൈക്കിലല്ല പോയത്, പകുതിക്ക് വെച്ചിട്ട് നമ്മൾ പോത്തൻകോടുന്ന് ബസ്സിലാണ് കേട്ടോ കയറിയത്. അപ്പോൾ ബസ്സിൻ്റെ ടിക്കറ്റും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്, കാരണം ഡെയിലി ജേർണൽ ചെയ്യുന്ന പരിപാടി എനിക്കിപ്പോഴും ഉണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ടിക്കറ്റും കാര്യങ്ങളും ഒക്കെ സൂക്ഷിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ രാവിലെ തന്നെ ട്രിവാൻഡ്രത്തെത്തി. അത് കഴിഞ്ഞിട്ട് 9 മണിക്ക് ക്ലാസ്സിന് വേണ്ടിയിട്ട് കയറുന്നതിന് മുന്നേ ആയിട്ട് ഒരു ചായയൊക്കെ കുടിച്ചിട്ടാണ് നമ്മൾ ക്ലാസ്സിലേക്ക് പോയത്. അപ്പോൾ ക്ലാസ്സിൽ നിന്ന് മോഡൽ ടെസ്റ്റ് നടക്കുമായിരുന്നു, അതിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം. എന്തുകൊണ്ടാണ് ജർമ്മൻ ചൂസ് ചെയ്തത്? 4th ഇയറിൻ്റെ അവസാന ദിവസങ്ങളിൽ പോലും ജർമ്മൻ പഠിക്കാം എന്നൊരു ഐഡിയ പോലും എൻ്റെ മനസ്സിലില്ലായിരുന്നു. അങ്ങനെ ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല. പക്ഷേ ഒരു ഇൻ്റർവ്യൂ വെറുതെ അറ്റൻഡ് ചെയ്തായിരുന്നു. അത് എക്സാം ഒക്കെ കഴിഞ്ഞതിന് ശേഷമായിരുന്നു കേട്ടോ. അങ്ങനെ അത് കിട്ടിയപ്പോഴത്തേക്കും എന്നാൽ ശരി ഒന്ന് പയറ്റി നോക്കാം, വെറുതെ അങ്ങ് കളയണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ജർമ്മനിലേക്ക് ഞാൻ വന്നത്. അതിനുശേഷം എൻ്റെ ഫ്രണ്ട്സിൻ്റെയൊക്കെ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന ഫ്രണ്ട്സിൻ്റെയൊക്കെ എക്സ്പീരിയൻസ് കേട്ടപ്പോൾ എന്തായാലും പഠിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെയായിരുന്നു നല്ലത് എന്നെനിക്ക് തോന്നി. അപ്പോൾ സ്റ്റുഡൻസിനോട് ഇപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളിപ്പോൾ വിചാരിക്കും പഠിക്കുന്ന ടൈമിലുള്ളത് ഭയങ്കര സ്ട്രെസ്സ്, അത് കഴിഞ്ഞാൽ പിന്നെ സുഖമാണ് ജോലിയെന്ന്. ജോലി ഒട്ടും തന്നെ സുഖമില്ല. പേഴ്സണൽ എക്സ്പീരിയൻസ് ഇല്ലെങ്കിലും കേട്ടൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും പല കൺട്രികളിലും വർക്ക് ചെയ്യുന്നതിൻ്റെ ഒരു സാഹചര്യമൊക്കെ അനുസരിച്ച് കുറച്ച് എൻ്റർടൈൻമെൻറ്റും കുറച്ച് ലീവ് അധികവും കറക്റ്റായിട്ടുള്ള ടൈമും അങ്ങനെയൊക്കെ കിട്ടും എന്നല്ലാതെ ജോലി എല്ലാ സ്ഥലത്തും നല്ല സ്ട്രെസ്സ് പിടിച്ച ജോലി തന്നെയാണ് നഴ്സിംഗ് എന്ന് പറയുന്നത്. അതുകൊണ്ട് പഠിക്കുന്ന കാലം കൊണ്ട് നമ്മുടെ സ്ട്രെസ്സൊന്നും അങ്ങനെ കരിയാനൊന്നും പോകണില്ല. അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ എൻ്റെ വ്ളോഗിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ, നമ്മൾ ഫുഡൊക്കെ കഴിച്ചു, ഉച്ചയ്ക്ക് ശേഷം ക്ലാസ്സിൽ ചെന്നു, ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഓൺലൈൻ ക്ലാസ്സിൻ്റെ ഇടയ്ക്കുള്ള ഉറക്കവും ക്ഷീണവും ഒക്കെ തന്നെ അതിൻ്റെ ഇടയിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ജർമ്മൻ പഠിക്കുന്നതും നഴ്സിംഗ് പഠിക്കുന്നതിനേക്കാളും അത്ര ഈസിയൊന്നും അല്ല. ജർമ്മൻ പഠിക്കുന്നതും നല്ല ടഫാണ്. ഞാനിങ്ങനെ കുത്തിയിരുന്ന് നഴ്സിംഗ് പോലും പഠിച്ചിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. എന്താ എക്സ്പീരിയൻസ് ചെയ്യാൻ നാട്ടിൽ ഇഷ്ടമില്ലാഞ്ഞിട്ടാണോ എന്നുള്ളത്. എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഒക്കെ കേട്ടപ്പോഴത്തേക്കും ഇപ്പം എനിക്ക് തോന്നി ജർമ്മൻ പഠിക്കാൻ പോയത് തന്നെയാണ് ഭയങ്കര നല്ല കാര്യമെന്ന്. കാരണം അവരുടെ എക്സ്പീരിയൻസ് ഒക്കെ കേൾക്കുമ്പോൾ ഞാൻ ഒരുപക്ഷെ നഴ്സിംഗ് ഇത്രയും ടഫായിട്ടുള്ളൊരു ജോലിയാണ് എന്ന് പഠിക്കുന്ന കാലത്ത് വിചാരിച്ചിട്ടേ ഇല്ല. ബട്ട് അതിനേക്കാളും ഇരട്ടിക്കാണ് ഭയങ്കര സ്ട്രെസ്സായിട്ടുള്ള ഒരു ജോബ്, ഒരു ടൈമിങ്ങും ഒക്കെ പറയുന്നത്. നമുക്കൊരു 9 o'clock അല്ലെങ്കിൽ 7 o'clock ഡ്യൂട്ടി കഴിയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ തിരിച്ച് വീട്ടിലെത്തുന്നത്, ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഇറങ്ങാൻ പറ്റുന്നതൊക്കെ പിന്നെയും ഒരു 2 മണിക്കൂറൊക്കെ ലേറ്റ് ആയിട്ടായിരിക്കും. അത്രയ്ക്ക് ബുദ്ധിമുട്ടാണ്. നമ്മുടെ നാട്ടിൽ കറക്റ്റായിട്ടുള്ളൊരു ടൈമൊന്നുമില്ല, കയറുന്നതിനായാലും ഇറങ്ങുന്നതിനായാലും. എപ്പോഴായാലും നമ്മുടെ പണിയൊക്കെ തീർത്തിട്ടേ നമുക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ. അങ്ങനെയൊക്കെ ഉള്ളൊരു കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ഞാൻ വിചാരിച്ചു
എന്തായാലും ജർമ്മൻ പഠിക്കുന്നത് തന്നെയായിരിക്കും നല്ലതെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് പെട്ടെന്നൊരു ചാൻസ് കിട്ടിയോണ്ടാണ് ഞാൻ എക്സ്പീരിയൻസ് ചെയ്യാണ്ട് തന്നെ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാമെന്ന് വിചാരിച്ചത്. കാരണം എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഓഫർ ചെയ്യുന്ന കൺട്രികളുടെ ഒരു ഇത് വെച്ചിട്ടാണെങ്കിൽ ജർമ്മനിയിൽ മാത്രമേ നമുക്ക് എക്സ്പീരിയൻസ് ഇല്ലാതെ ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കി മിക്ക കൺട്രീസിലും നമുക്ക് എക്സ്പീരിയൻസ് വേണം. UK-യിലായാൽ തന്നെ നമുക്ക് 6 months എക്സ്പീരിയൻസ് വേണം. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് ഇല്ലാതെ പെട്ടെന്ന് തന്നെ കയറി പോകാൻ പറ്റുന്നത് ജർമ്മൻ ആണെന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഈ ഒരു ലാംഗ്വേജ് തന്നെ പഠിക്കാമെന്ന് വിചാരിച്ചത്. പിന്നെ ഇപ്പോൾ ഈ കാണുന്നില്ലേ ഈ ഒരു മുടി കെട്ടുന്ന രീതി, ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപയോഗപ്രദമായിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. പെട്ടെന്ന് നിങ്ങൾക്ക് മുടിയൊക്കെ അഴിച്ചിട്ടിട്ടൊക്കെ പോകുന്നു, ബട്ട് പെട്ടെന്നൊന്ന് കെട്ടിവെക്കണം എന്നൊക്കെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ വേഗം തന്നെ ഇതുപോലൊരു പെൻസിലോ പേനയോ എങ്ങാനും എടുത്ത് വെച്ചിട്ട് മുടിയിൽ ഇങ്ങനെ ഒന്ന് കയറ്റി ഇറക്കി വെച്ചാൽ മതി, നന്നായിട്ട് മുടി ഇരുന്നോളും കേട്ടോ. ഇതെനിക്ക് നഴ്സിംഗ് നമ്മൾ 4th year പഠിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു ദിവസം ലാബിൽ പോകേണ്ടി വന്നു. ആ സമയത്ത് കയ്യിൽ ഒന്നുമില്ലായിരുന്നു, ക്ലിപ്പും കാര്യങ്ങളും ഒന്നുമില്ലായിരുന്നു. ആ സമയത്ത് പെട്ടെന്ന് കിട്ടിയൊരു ഐഡിയ ആണ്. പക്ഷേ ഇതെങ്ങനെയാണ് ഇരുന്നതെന്ന് എനിക്കറിയത്തില്ല. അതിനുശേഷം ഇതേ ട്രിക്ക് ഉപയോഗിച്ച് തന്നെയാണ് ഞാൻ എപ്പോഴും ഇപ്പോൾ മുടി മുകളിലേക്ക് കെട്ടിവെക്കുന്നത്. നല്ല സെക്യൂർ ആയിട്ട് ഇരുന്നോളും കേട്ടോ. അപ്പോൾ കണ്ടൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു പെൻസിലോ പേനയോ ഒക്കെ മതി പെട്ടെന്നൊന്ന് കെട്ടിയൊക്കെ വെക്കാനായിട്ട്. സമയം ഇപ്പം ഈവനിങ് 4 മണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ സാധനങ്ങളൊക്കെ പറക്കി വെക്കുവാണ് ഞാൻ വേഗം തന്നെ ഇറങ്ങി ഓടാനായിട്ട്. അപ്പോൾ ശരിക്കും സ്റ്റാർട്ട് ചെയ്തു. ഇനി അങ്ങോട്ട് ഒരു ഓട്ടാണ്. മൺഡേ ടു ഫ്രൈഡേ പോണതറിയില്ല. ഇതുപോലെ രാവിലെ വരിക, ഈവനിങ് വരെ ക്ലാസ് അറ്റൻഡ് ചെയ്യുക. ക്ലാസ് അറ്റൻഡ് ചെയ്തതിന് ശേഷം ഇതുപോലെ ഇറങ്ങി പോവുക, ഒരു ചായ കുടിക്കുക, പിന്നെ വൈകിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ഉറങ്ങുക. ഇല്ലാന്നുണ്ടെങ്കിൽ തലവേദന എനിക്ക് ഉറപ്പാണ് കേട്ടോ. ഒരു ചെറിയ മൈഗ്രെയിൻ എനിക്ക് നഴ്സിംഗ് ടൈമിൽ കിട്ടിയതാണ്, ഈ ഒരു മൈഗ്രെയിൻ കൂടപ്പുറപ്പായിട്ട്. അപ്പോൾ അതിപ്പോഴും ഉണ്ട്. ഉച്ചയ്ക്കൊന്ന് ചെറുതായിട്ട് ഉറങ്ങിയില്ലെങ്കിലോ ഇത്തിരി വെയിൽ കൊണ്ടാലോ ഒക്കെ എനിക്കിപ്പോൾ ചെറുതായിട്ടുള്ളൊരു മൈഗ്രെയിനും ഒക്കെ ഉണ്ട്. അപ്പോൾ അതിനുശേഷം നമ്മൾ ചായയൊക്കെ കുടിച്ചിട്ട് ഹോസ്റ്റലിലേക്ക് പോവുകയാണ്. കഴിഞ്ഞ ദിവസം ഫ്രൈഡേ ഞാൻ വീട്ടിൽ പോകുന്നതിന് മുന്നേ ആയിട്ട് മേളിൽ നിന്ന് പറക്കിയിട്ട തുണി മുഴുവൻ അതേപോലെ തന്നെ ബെഡിൽ കിടക്കുകയാണ്. അപ്പോൾ അതൊക്കെ അടുക്കി വെച്ചിട്ട് വേണം എനിക്കിനി ഒന്ന് ചെറുതായിട്ട് മയങ്ങാനായിട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് വ്യൂ എന്ന് പറയുന്നത്. ഒരു ഇത്തിരി ഗ്രീനറിയും പിന്നെ ഒരു സിറ്റി സെൻറ്ററിലെ ഒരു കാര്യങ്ങളും അങ്ങനെയൊക്കെയുള്ളൊരു മിഡിലായിട്ടുള്ളൊരു ഏരിയയിലാണ് നമ്മുടെ ഹോസ്റ്റല്. ഇനി അടുത്ത കാര്യത്തിലേക്ക് വരാം. എന്തുകൊണ്ടാണ് ഇതുവരെയായിട്ട് ഇനി നഴ്സിംഗിൻ്റെ ടീച്ചിങ് റിലേറ്റഡ് വീഡിയോസ് ഒന്നും കണ്ടിന്യൂ ചെയ്യാത്തത്, എന്താ നഴ്സിംഗ് റിലേറ്റഡ് വീഡിയോസ് ഇടാത്തതെന്നൊക്കെ ഉള്ളത്? സത്യം പറഞ്ഞാൽ എൻ്റെ ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എൻ്റെ ഡേ എത്ര ഹൈലി പാക്ഡ് ആണെന്നുള്ളത്. അതിനിടയിൽ സൂചി കുത്താൻ പോലുള്ള സമയം പോലും ഇല്ല. ഞാൻ ആകെ എക്സ്ട്രാ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് ഉറങ്ങാനുള്ള സമയം മാത്രമാണ്. അപ്പോൾ ഒട്ടും തന്നെ ടൈം കിട്ടുന്നില്ല. എനിക്ക് എൻ്റെ നഴ്സിംഗ് കണ്ടൻസ് ഒന്നും ഇപ്പോൾ ഒട്ടും തന്നെ ഓർമ്മയില്ല. ഞാനത് നിങ്ങൾക്ക് പറഞ്ഞു തരണമെങ്കിൽ ഞാനത് പഠിച്ചതിന് ശേഷം വേണം അത് പറഞ്ഞു തരാനായിട്ട്. അപ്പോൾ നന്നായിട്ട് എനിക്ക് ടൈം എടുക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു ടൈമിൽ അതിന് വേണ്ടിയിട്ടുള്ളൊരു സാഹചര്യം എനിക്ക് ഒട്ടും തന്നെ കിട്ടുന്നില്ല കേട്ടോ. പക്ഷേ എനിക്ക് ഒരുപാട് കുട്ടികൾ അവരുടെ ടെക്സ്റ്റ് ബുക്കിൻ്റെ ഫോട്ടോ അല്ലെങ്കിൽ നോട്ടിൻ്റെ ഫോട്ടോയൊക്കെ അയച്ചു തരാറുണ്ട്. ഈ ഒരു കണ്ടന്റ് ഒന്ന് പറഞ്ഞു തരുമോ എന്നൊക്കെ ചോദിച്ചിട്ട് ഒത്തിരി വലിയ നീളൻ ഓഡിയോസ് ഇട്ട് ഞാൻ അവർക്ക് കംപ്ലീറ്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പോൾ എന്തെങ്കിലും തരത്തിൽ ഒട്ടും തന്നെ മനസ്സിലാവുന്നില്ല എന്ന് കരുതിയിട്ട് നിങ്ങൾക്ക് ഡൗട്ട്സോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ നിങ്ങൾ ഫോട്ടോ എടുത്ത് അയച്ചു തരിക. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു കണ്ടന്റിൻ്റെ പേര് പറഞ്ഞ് പറയുകയൊക്കെ ചെയ്യുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് സമയമുള്ളതുപോലെ തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. ഒട്ടും തന്നെ മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ കണ്ടൻറ്റും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ബട്ട് അതൊക്കെ എൻ്റെ ടൈമിൻ്റെ ഒരു ഇതിനനുസരിച്ചിരിക്കും. പക്ഷേ എപ്പോഴായാലും നിങ്ങൾക്ക് റിപ്ലൈ തീർച്ചയായിട്ടും കിട്ടിയിരിക്കും കേട്ടോ. കാരണം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു പണിയാണ് ഈ ഒരു ഹെൽപ്പിംഗ് കാര്യങ്ങളെന്ന് പറയുന്നത് വെച്ചാൽ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക എന്നുള്ളത്. അങ്ങനെ എൻ്റെ ഉറക്കമൊക്കെ കഴിഞ്ഞു. ഉറക്കം കഴിഞ്ഞ് ഞാൻ എണീറ്റപ്പോഴത്തേക്കും ആ ഒരു വെട്ടം വെളിച്ചമൊക്കെ അങ്ങ് പോയി. മണി 7 മണിയായിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുളിച്ചിട്ടൊക്കെ വന്നതിന് ശേഷം എൻ്റെ പഠിത്തത്തിലോട്ട് സ്റ്റാർട്ട് ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാവരും പല മുക്കുകളിലും കോണുകളിലും ഒക്കെ ഇരുന്ന് പഠിക്കുകയാണ്. ചിലർ വീട്ടിൽ വിളിക്കുകയാണ്. ഒരു സ്ഥിരം ഹോസ്റ്റൽ ഒരു ക്ലീഷേ സീനറി ആണെന്ന് തോന്നുന്നു. എനിക്കിതൊക്കെ ന്യൂ ആണ് കേട്ടോ. കാരണം ഞാൻ ഹോസ്റ്റലിലൊന്നും നിന്നിട്ടില്ല. ഇവിടെ വന്നതിന് ശേഷമാണ് ഞാൻ ഇതിനൊരു ഹോസ്റ്റൽ ലൈഫൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ എൻ്റെ ബുക്കൊക്കെ എടുത്തു വെച്ച് ഞാനിങ്ങനെ പരതുവാണ്. എവിടെ നിന്ന് തുടങ്ങണം എന്ന് ഒരു ഐഡിയ ഇല്ല കേട്ടോ. എല്ലാം ഇങ്ങനെ കടൽ പോലെ കിടക്കുവാണ്. നഴ്സിങ്ങിനൊക്കെ സത്യം പറഞ്ഞാൽ ഇതിനേക്കാളും എനിക്ക് ഐഡിയ ഉണ്ടായിരുന്നു. എന്ത് പഠിക്കണം, എവിടുന്ന് പഠിക്കണം, എങ്ങനെ പഠിക്കണം എന്നൊക്കെയുള്ളത്. ഇപ്പോഴാണെങ്കിൽ ആകെ കിളി പറന്ന അവസ്ഥയാണ്.
വായിക്കുന്നതും മനസ്സിലാവുന്നില്ല, കേൾക്കുന്നതും മനസ്സിലാവുന്നില്ല. ഇംഗ്ലീഷാണോ മലയാളമാണോ ഹിന്ദിയാണോ ജർമ്മനാണോ എന്നും അറിയാത്തൊരവസ്ഥയാണ്. ഇപ്പം ഇംഗ്ലീഷിലെ സ്പെല്ലിങ് തന്നെ ഞാൻ തപ്പിപ്പിടിച്ച് വോയിസ് അയച്ചിട്ടാണ് സ്പെല്ലിങ് ഞാൻ കറക്റ്റ് ചെയ്യുന്നത്. അത്രയ്ക്ക് ഒരു ദുരവസ്ഥയിൽ കൂടെ കടന്നു പോവുകയാണ് എൻ്റെ ജീവിതം. എന്തായാലും ഞാനൊരു കാര്യം തീരുമാനിച്ചു, നാളെ തന്നെ ഞാനൊരു സ്റ്റഡി ടൈം ടേബിൾ ഉണ്ടാക്കിയിരിക്കും. അപ്പോൾ ഈ ഒരു ഐഡിയ എനിക്ക് എങ്ങനെ വന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ നഴ്സിംഗ് ടൈമിലൊക്കെ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റഡി ടൈം ടേബിൾ ഉണ്ടാക്കിയിട്ട് തന്നെയാണ് പഠിക്കുന്നത്. അപ്പോൾ ആ ഒരു കാര്യമൊക്കെ ഞാൻ മറന്നിരിക്കുമായിരുന്നു. അപ്പം ഞാൻ ഇന്ന് യൂട്യൂബിലൂടെയൊക്കെ അങ്ങനെ പരതിയപ്പോഴത്തേക്കും എനിക്കൊരു കമൻറ്റ് കിട്ടി, ഇതുപോലെ സ്റ്റഡി ടൈം ടേബിൾ ഒന്ന് ഉണ്ടാക്കുമോ എന്ന് ചോദിച്ചിട്ട്. അപ്പോഴാണ് ചേട്ടാ അങ്ങനെയൊക്കെ ഞാൻ പഠിച്ചിരുന്നൊരു കാലം അങ്ങ് മറന്നുപോയല്ലോ എന്ന് വിചാരിച്ചത്. അപ്പോൾ തീർച്ചയായിട്ടും നാളെ ഞാനൊരു സ്റ്റഡി ടൈം ടേബിൾ ഉണ്ടാക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും നിങ്ങളുടെ എക്സാം ഒക്കെ ആവാറായി കാണും എന്ന് വിശ്വസിക്കുന്നു. അപ്പം നിങ്ങളെല്ലാവരും ഇങ്ങനെ ഒരു സ്റ്റഡി ടൈം ടേബിളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാക്കുക കേട്ടോ. ഞാൻ എന്തായാലും ഫുഡൊക്കെ കഴിച്ചു, എല്ലാവരും ഫുഡൊക്കെ കഴിക്കുവാണ്. എല്ലാവരും കഴിച്ചിട്ടൊക്കെ പോകുന്നവരെ ഞാനിങ്ങനെ വെയിറ്റ് ചെയ്യാണ്. കാരണം ഇന്ന് എൻ്റെ ക്ലീനിങ് ഡ്യൂട്ടിയാണ്. ഞാനും എൻ്റെ ഫ്രണ്ടുമാണ് ഇന്ന് ക്ലീൻ ചെയ്യാനുള്ളത്. അങ്ങനെ വേസ്റ്റ് ബിന്നിലെ വേസ്റ്റൊക്കെ കൊണ്ട് കളഞ്ഞു, കവറൊക്കെ തിരിച്ച് മാറ്റി വെച്ചു, അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ പരിപാടികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ബാക്ക് നമ്മുടെ കാര്യത്തിലേക്ക് വരാം. ഞാൻ കഴിഞ്ഞ ദിവസം മോണിറ്റൈസ് ആയ എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ ആ ഒരു അവസ്ഥ കണ്ടിട്ട് ഭയങ്കര വിഷമിച്ചു കേട്ടോ. അത് മോണിറ്റൈസ് ആയിട്ട് അങ്ങനെ കിടക്കുന്നത് കൊണ്ടൊന്നുമല്ല, പക്ഷേ ഓഡിയൻസ് റിട്ടൻഷനൊക്കെ ഒരുപാട് അങ്ങ് കുറഞ്ഞു. കാരണം ഞാൻ ഒരുപാട് വീഡിയോസ് ഒന്നും ഞാൻ ഇതിന് ശേഷം ഇട്ടിട്ടില്ല. ഞാൻ ഇടാമെന്ന് പറഞ്ഞ വീഡിയോസും ഒന്നും ഞാൻ ഇട്ടിട്ടില്ല. കാരണം ഒരുപാട് എക്സാമിൻ്റെ തിരക്കൊക്കെ ആയിപ്പോയി. ഇപ്പോൾ തന്നെ അടുത്ത എക്സാം ആവാറായി വരികയാണ്. അതുകൊണ്ടുള്ള തന്ത്രപ്പാടിലാണ് എല്ലാവരും. അപ്പോൾ അതുകൊണ്ട് തന്നെ കണ്ടിന്യൂസ് വീഡിയോസ് എത്രമാത്രം ഇടാൻ പറ്റും എന്നെനിക്കറിയില്ല ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞാൻ ഇങ്ങനെ ഇടാം എന്ന് വിചാരിച്ചത്. അതാവുമ്പോഴത്തേക്കും പഠിച്ചിട്ടൊക്കെ കഴിഞ്ഞിട്ട് ഒരു രാത്രി ഒരു 15 മിനിറ്റൊക്കെ എടുത്തൊരു വോയിസ് ഓവർ ചെയ്താൽ മതിയല്ലോ. അപ്പോൾ ഈ ഒരു പരിപാടി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് നിങ്ങൾ എനിക്ക് കമൻറ്റ് ചെയ്യാം കേട്ടോ. തീർച്ചയായിട്ടും നെഗറ്റീവ് കമൻറ്റ്സ് ഞാൻ ഡിലീറ്റ് ചെയ്ത് കളയും. കാരണം എനിക്കധികം നെഗറ്റീവ് കമൻറ്റ്സ് ഇങ്ങനെ കാണുമ്പോൾ ഭയങ്കര വിഷമം വരും. അതുകൊണ്ട് തന്നെ നെഗറ്റീവ് കമൻറ്റ്സ് ഒക്കെ കാണുമ്പോൾ തന്നെ പെട്ടെന്ന് ഞാൻ അതിനെ ഡിലീറ്റ് ചെയ്ത് കളയും. പക്ഷേ പോസിറ്റീവ് കമൻറ്റ്സ് ഞാൻ അവിടെ ഇട്ടിരിക്കും കേട്ടോ. അപ്പോൾ നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും സംഭവം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ പറയുക. യു ആർ ഫ്രീ ടു കമൻറ്റ് വാട്ട് എവർ യു ലൈക്ക് ഇൻ മൈ കമൻറ്റ്. വീഡിയോസ് ഒക്കെ എടുക്കുമ്പോഴത്തേക്കും എന്നെക്കാളും കഷ്ടപ്പാട് എൻ്റെ ഫ്രണ്ട്സിനാണ് കേട്ടോ. കാരണം ഞാൻ എപ്പോഴാ എങ്ങനെയാ എവിടെ വെച്ചാൽ ഈ ക്യാമറയൊക്കെ കൊണ്ടുവരുന്നു എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് അവരുടെ താല്പര്യപ്രകാരമോ താല്പര്യമില്ലാതെയോ എൻ്റെ ക്യാമറകളിൽ അവരിങ്ങനെ പെട്ടാറുണ്ട്. അപ്പോൾ അവരിങ്ങനെ വന്ന് പെട്ടെന്ന് തന്നെ പറയും, എടി അത് ഓഡിയോ ഡിലീറ്റ് ചെയ്യണേ, ആ ഒരു സീനറി ഡിലീറ്റ് ചെയ്യണേ എന്നൊക്കെയുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള എഡിറ്റിങ്ങും വെട്ടും കുത്തും പരിപാടികളും ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഈ ഒരു വോയിസ് ഒക്കെ റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ മണി 11 മണിയായിട്ടുണ്ട്. എനിക്ക് നല്ല ക്ഷീണമുണ്ട്, നന്നായിട്ട് ഉറക്കം വരുന്നുണ്ട്. എന്താണെന്നറിയത്തില്ല, നഴ്സിംഗ് ടൈമിലൊക്കെ ഞാനിരുന്ന് 2-3 മണി വരെയൊക്കെ നല്ല എഴുത്തും കാര്യങ്ങളൊക്കെ നടക്കാറുണ്ടായിരുന്നു. അതിനുശേഷം ആ ഒരു കഴിവൊക്കെ എൻ്റെ നിന്നങ്ങ് നഷ്ടപ്പെട്ടു. ഇപ്പം മണി 10 മണി 10:30 11 മണിയൊക്കെ ആകുമ്പോൾ തന്നെ എനിക്ക് നല്ല ഉറക്കം വരും. എഴുതാനുള്ള ആ ഒരു കപ്പാസിറ്റിയും പഠിക്കാനുള്ള ആ ഒരു കഴിവും ആ ഒരു മെൻ്റൽ എബിലിറ്റിയൊക്കെ നഴ്സിംഗ് കഴിഞ്ഞതോടെ എനിക്ക് തീർന്നെന്നാണ് തോന്നുന്നത്. എനിക്കെന്തായാലും ഇനി വലിയ പരിപാടികളൊന്നുമില്ല, സ്കിൻ കെയറും കാര്യങ്ങളും അങ്ങനെയൊന്നുമില്ല. വെറുതെ ഒന്ന് നന്നായിട്ട് മുഖം കഴുകുക, കിടന്നുറങ്ങുക, ഇത് മാത്രമാണ് ഇനിയുള്ള എൻ്റെ ഒരു റുട്ടീൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ. അപ്പോൾ തീർച്ചയായിട്ടും കാണുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക കേട്ടോ, ഇങ്ങനെയൊക്കെ പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലെന്നുള്ളത്. ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സജഷൻസ് എനിക്ക് വളരെ വിലപ്പെട്ടതാണ്. അത്രയേ ഉള്ളൂ. ടാറ്റാ.